ഫൈനലി നമ്മളെ ഗെയിമിലേക്ക് ആൾക്ക് ക്യാരക്ടർ ആഡ് ആക്കി. അപ്പൊ ഞാൻ സൂപ്പർ പഞ്ച് ഒക്കെ ഓണാക്കി. ഇവിടെ ഒരു NPC ഉണ്ട്. അപ്പൊ NPCനെ ഫൈറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പൊ NPC ചൂറ്റി തെറിച്ച് പോയി. അപ്പൊ നമ്മളെ കാറിൽ കയറുന്ന ഓപ്ഷൻ ഒക്കെ കിട്ടി. അപ്പൊ എങ്ങനെ നമുക്ക് കാറിൽ കയറുന്നൊക്കെ ഇതിന്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ പ്ലേന്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ആയി കണ്ടാൽ മാത്രം മനസ്സിലാവും. അതേപോലെ തന്നെ പുഷ്പ ക്യാരക്ടർ നമ്മളെ ഗെയിമിലേക്ക് ആടോ കുറെ ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളും അപ്പൊ ഇതിലേക്ക് പറഞ്ഞു തരാം. അതേപോലെ തന്നെ സ്കോർപിയോ കാറൊക്കെ നമ്മളെ ഗെയിമിലേക്ക് ആടോ കുറെ ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളും അപ്പൊ ഈ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വീഡിയോ പോവാം. എല്ലാവർക്കും സോള. അപ്പൊ നമുക്ക് ആൾക്ക് ക്യാരക്ടറിന്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് ആൾക്ക് ക്യാരക്ടർ വരുന്ന ഷുവറായിട്ട് 100% കൺഫേം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പൊ തന്നെ ആൾക്ക് ക്യാരക്ടറൊക്കെ വരും. നമ്മൾ നേരെ പുറത്ത് ഇറങ്ങി. നമ്മൾ സൂപ്പർ പഞ്ചൊക്കെ ഞാൻ ഓൺ ആക്കി. അപ്പൊ നമുക്ക് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കട്ടെ. അപ്പൊ NPCനെ ഞാൻ ഫൈറ്റ് ചെയ്യണം. അപ്പൊ ഫൈറ്റ് ചെയ്യുമ്പോൾ തൂറ്റി പണം തീർച്ച ആ ചുമരമ്മിൽ ഡം അയക്കണം. അപ്പൊ അവിടെ കെടുക്കണ കാണാം. അപ്പൊ ഞാൻ ഫുള്ള് ഭൂകമ്പം ഉണ്ടാക്കി വെച്ചത്. അപ്പൊ എന്താ നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കുറെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജമ്പിന്റെ ഓപ്ഷനൊക്കെ എനാബിൾ അയക്കണം. അപ്പൊ നമ്മൾ നേരെ ഇത്ര മാത്രം ഹൈറ്റിൽ പൊന്തുന്നുള്ളൂ. അപ്പൊ ഞാൻ അത്ര വലുത് ഇട്ടിട്ടില്ല, ചെറുത് മാത്രം എടുത്തിട്ടു. അപ്പൊ നമ്മൾ നേരെ പൊന്തുന്ന ഓപ്ഷനൊക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് കൺഫേം ഈ അപ്ഡേറ്റിലേക്ക് ആൾക്ക് ക്യാരക്ടറൊക്കെ ആടാവുന്ന കൺഫേമും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിം പ്ലേ കിട്ടിയ ഉറപ്പാണ് നമ്മളെ ഗെയിമിലേക്ക് ആടാവും. പക്ഷെ എന്നാ അപ്ഡേറ്റ് വല്ലുന്ന കൺഫേമും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഈ കാറിന്റെ ഉള്ളിലേക്ക് കയറി കാണിച്ചില്ല. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർക്ക് ആൾക്ക് ക്യാരക്ടർ നമ്മൾ കാറിൽ എങ്ങനെ ഹോട്ടൽ ഉള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ആഗ്രഹം കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ ക്യാരക്ടറിനെ പുറത്ത് കിട്ടാൻ നമ്മൾ കാറിനുള്ളിൽ കയറി ഇതേപോലെ ഉണ്ട്. നമ്മൾ തലൊക്കെ മുകളിൽ കാണുന്ന കെടുക്കണ കാണാൻ പറ്റും. അപ്പൊ ചെറുതായിട്ട് തല കാണും. പിന്നെ ഡോറിന്റെ പുറത്തുകൂടെ നമ്മൾ സ്കിന്നൊക്കെ കാണണ്ടേ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും തല ചെറുതായിട്ട് കാണും. അപ്പൊ ഞാൻ ഓട്ടിയുടെ കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളെ ഫ്രാങ്കിൽ നിൽക്കണമായിട്ടൊന്നും ആൾക്ക് കാറ്റും കാണും. കുറച്ച് തലൊക്കെ ഉണ്ടാവും. പിന്നെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും നമ്മളെ കാറിൽ അങ്ങനെ കേൾക്കണം. അപ്പൊ ചിലപ്പോൾ ഇത് കണ്ടുകാണ്ട് ഒഴിവാക്കൊന്നും അറിയില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളെ അപ്ഡേറ്റിന്റെ ശേഷം നമുക്ക് ആൾക്ക് കാറ്ററൊക്കെ വരുന്നത്. അപ്പൊ ഇത്ര വലിപ്പം ഉണ്ടോ, ചിലപ്പോൾ ഇതിനെക്കാട്ടി വലിപ്പം കണ്ട സാധ്യത. പക്ഷെ ഈ ആൾക്ക് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ സാധ്യത. ഫ്രാങ്ക്ലിൻ ആൾക്കാരെ ഫ്രാങ്ക്ലിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. അപ്പൊ നമ്മളെ ആൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ കമന്റിൽ മാർക്ക് പ്രാവശ്യം നമ്മളോട് ബ്രോ ചോദിച്ചാൽ ആൾക്കിന്റെ ചീപ്പ് കോഡ് എങ്ങനെയാണ്. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് പ്ലഗിൻ ആപ്പ് ഇങ്ങനെ വരില്ല. അപ്പൊ പ്ലഗിൻ ആപ്പ് അപ്ഡേറ്റ് ചെയ്തതേ പോലെയൊക്കെയുണ്ട്. അപ്പൊ ആൾക്കിന്റെ ചീപ്പ് കോഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോ ചീപ്പ് കോഡ് 5 മാത്രം നമ്മളെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടുള്ള അപ്ഡേറ്റിന് ശേഷം BM5 വരെ ചീപ്പ് കോഡ് വന്നിട്ടുള്ള നമ്മളെ ഗെയിമിലേക്ക് ഇനി വരാനുള്ള ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ 6, 7 അതിലേക്ക് നമ്മൾ ആൾക്ക് ക്യാരക്ടർ വരില്ല. ഞാൻ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ട് അപ്പൊ കുറെ ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ടും കാര്യങ്ങളും ഫ്ലൈറ്റ് എങ്ങനെ എനിക്ക് മാത്രം ഓടിച്ചാൻ പറ്റുന്നത്. കുറെ ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഓൾക്ക് കിട്ടാതെ എനിക്ക് അങ്ങനെ മാത്രം കിട്ടിയത്. അപ്പൊ ഇതൊരു വീഡിയോ ലീക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ കണ്ടാൽ മാത്രം നിങ്ങൾ വിഷയക്കുള്ളൂ. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് മാത്രമേ ഈ വീഡിയോ ലീക്ക് ഉൾപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ നേരെ എയർപ്ലെയിനിൽ കയറാൻ പോകണം. അപ്പൊ എയർപ്ലെയിനിൽ കയറുമ്പോൾ തന്നെ നമ്മളൊരു കാറിൽ കയറുന്ന ഒരു രീതിയാണ് വിടുന്നത്. അപ്പൊ ഈ കാറിൽ കയറുന്ന രീതി ഒഴിവാക്കേണ്ട ഒരു എയർപ്ലെയിനിൽ കയറുന്ന രീതി വെക്കണം. കൂടെ അടിപൊളിയായിട്ട് ഡെവലപ്പർ ശ്രദ്ധിച്ചിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വെക്കാനും പറ്റുമെങ്കിൽ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിഞ്ഞ അപ്ഡേറ്റിൽ കിട്ടില്ല. അപ്ഡേറ്റ് എന്തായാലും ഉടനെ വരുന്നത് അപ്ഡേറ്റ്. അപ്പൊ 2 ദിവസം കൂടെ ഒരു ഉള്ളിലായിട്ട് ഒരു അപ്ഡേറ്റ് വരാം. അല്ലെങ്കിൽ നമുക്ക് ന്യൂ ഇയർ പ്രമാണിച്ചൊക്കെ ഒരു അപ്ഡേറ്റ് വരില്ല. അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ നമ്മൾ വരാൻ പോകണം. അപ്പൊ ക്രിസ്മസിന് ഒരു അപ്ഡേറ്റ് വരുന്നത് കുറെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറെ യൂട്യൂബേഴ്സ് അങ്ങനെ ലീക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൺഫർമേഷൻ ഒന്നും കിട്ടില്ല. നമ്മുടെ ഡെവലപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് വരാനുള്ള സാധ്യത ഒക്കെ പണി കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ഡേറ്റ് വരാനുള്ളത്. അപ്പൊ ഞാൻ അപ്ഡേറ്റിലേക്ക് എന്തൊക്കെ വരുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചാനലിൽ കയറി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്നേക്കാം. അപ്പൊ ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇതാ നമ്മൾ പ്ലെയിനൊക്കെ ഓടിച്ചിട്ട് രീതി കാണാം. അപ്പൊ ഇത് പുതിയ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും കാര്യങ്ങളുടെ എയർപ്ലെയിൻ ഓടിച്ചിട്ട് ഫേക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് വന്നാൽ മാത്രമേ കുറെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഫേക്കും കാര്യങ്ങളൊക്കെ നമ്മളെ ഗെയിമിലേക്ക് വരാനുള്ള എയർപ്ലെയിൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഉടനെ നമ്മളെ ഗെയിമിലേക്ക് ആടാവുന്നതാണ്. കുറെ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത് സ്കോർപിയോ കാർ നമ്മളെ ഗെയിമിലേക്ക് ആടാവുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൺഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് സ്കോർപിയോ കാർ ആടാവാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മളെ ഗെയിമിലേക്ക് പ്ലഗിൻ ആപ്പിൽ അപ്ഡേറ്റ് വരുന്നത് ഏതെങ്കിലും വെഹിക്കിൾ ആടാവുണ്ട് നമ്മളെ സ്കോർപിയോ കാറൊക്കെ ആടാവില്ല. അപ്പൊ നമ്മൾ കൺഫർമേഷൻ ഒന്നും കിട്ടിയ ഒരു കാർ എന്തെങ്കിലും ആടാവുണ്ട് മാത്രം സ്കോർപിയോ കാർ ആടാവുള്ളൂ. അപ്പൊ നമ്മൾ ഡെവലപ്പർ പറഞ്ഞു തന്നില്ല ഒരു കാർ ആടാവുണ്ട് തന്നെ നമ്മൾ സ്കോർപിയോ കാറൊക്കെ ആടാവില്ല. അത്ര മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതേപോലെ നമ്മൾ പുഷ്പ കേട്ടോ കുറെ ആൾക്കാർ ആടാവുന്നു. ഒക്കെ നിങ്ങളെ കഴിക്കില്ല. നമ്മൾ ഡെവലപ്പറിന്റെ ചാനലിൽ പോയി നിങ്ങൾ അടുപ്പിച്ച് കമന്റ് ഇട്ട് ഡെവലപ്പർ അത് ശ്രദ്ധിച്ചാൽ നമ്മളെ ഗെയിമിലേക്ക് പുഷ്പ കേട്ടർ ആടാക്കണ്ടായി. പുഷ്പ കേട്ടറിന് ഡിമാൻഡ് എത്ര ഉണ്ട് അതേപോലെ നമ്മളെ ഗെയിമിലേക്ക് ആടാക്കിയപ്പോ ആൾക്ക് ആടാക്കിയ പോലെ തന്നെ ആൾക്ക് പെട്ടെന്ന് നമ്മളെ ഗെയിമിലേക്ക് ആടാക്കി. അതേപോലെ തന്നെ നിങ്ങളെ ഡിമാൻഡ് വെച്ച് നമ്മളെ പുഷ്പ കേട്ടർ പെട്ടെന്ന് ഒരു 2-3 ദിവസം കൊണ്ട് നമ്മൾ ഡെവലപ്പർ ആടാക്കണമെങ്കിൽ അപ്പൊ നിങ്ങളെ കഴിക്കലാണ് നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രം നമ്മൾ പുഷ്പ കേട്ടറൊക്കെ ആടാക്കുള്ളൂ. ഡിമാൻഡ് എത്ര ഉണ്ട് അതേപോലെ നമ്മളെ ഗെയിമിലേക്ക് പുഷ്പ കേട്ടർ ആടാം. വീഡിയോ കാണുന്നവർക്ക് പുഷ്പ കേട്ടർ ആടാക്കണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഡെവലപ്പറിന്റെ ചാനലിൽ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ